കൊച്ചി പള്ളുരുത്തിയിൽ യുവാവിനെ കുത്തിക്കൊന്നു. പള്ളുരുത്തി സ്വദേശിയായിട്ടുള്ള ഷിജോയാണ് മരിച്ചത്. സുഹൃത്ത് ജെൻസൺ പോലീസിന്റെ പിടിയിലായി. ഇനി മറ്റൊരു സംഭവം കൊച്ചിയിൽ നിന്നും വന്നത് ആലുവ പുളിഞ്ചോട് മെട്രോ സ്റ്റേഷന് സമീപം റെയിൽവേ ട്രാക്കിൽ ഒരു മൃതദേഹം കണ്ടെത്തിയെന്നുള്ളതാണ്. മരിച്ചയാൾ ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഡാനി ഇപ്പോൾ തന്നെ വിവരങ്ങൾ നൽകും. ഡാനി, രണ്ട് സംഭവങ്ങളാണല്ലോ. എന്താണ് ആദ്യം ഈ കൊലപാതകത്തിന്റെ കാര്യം? പള്ളുരുത്തിലെ യുവാവിനെ കുത്തിക്കൊല്ലാനിടയായ സാഹചര്യം എങ്ങനെയാണ്? അവിടെ ഒരു വഴക്കും സംഘർഷമൊക്കെ ഉണ്ടായത്? എൽദോ, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ മരിച്ച ഷിജോയി, അത് ഇവരുടെ സുഹൃത്ത് തന്നെയാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. ജെൻസൺ എന്ന് പറയുന്നയാൾ തന്നെയാണ് ആ കുത്തിക്കൊലപ്പെടുത്തിയത്. ജെൻസൺ ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്ന് രാവിലേക്കാവുമ്പോൾ ഇയാളുടെ അറസ്റ്റ് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസ് പറയുന്നത് ഈ ജെൻസന്റെ ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജേഷിനെ ചില വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. കുടുംബപരമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ സംസാരിച്ചത് അത് വാക്ക് തർക്കത്തിലേക്കടക്കം നീണ്ടു. ഉന്തും തള്ളിലേക്കും എല്ലാം തന്നെ കാര്യങ്ങൾ മാറുകയും ചെയ്തു. അപ്പോൾ ഈ സുഹൃത്തിന് വേണ്ടി ജെൻസനാണ് കൂടുതലും ഈ മരിച്ച അജേഷിനെ ഉപദ്രവിക്കുകയും അടക്കം ചെയ്തത്. തുടർന്ന് കുത്തുകയായിരുന്നു. ഇതിനിടയിൽ ഇയാൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമാണോ കാരണം? ഇവർക്ക് ഈ കുടുംബ പ്രശ്നങ്ങളെന്നെല്ലാം തന്നെ പൊതുവിൽ പറയുന്നതല്ലാതെ അതിനപ്പുറം മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. പ്രതി ജെൻസനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഇതിൽ ഇനിയിപ്പോൾ മറ്റ് കാരണങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഒരു പരിശോധന നടത്തുകയാണ്. ജെൻസനെ ചോദ്യം ചെയ്യുകയും ചെയ്യും. ഒപ്പം ആ സുഹൃത്തിനെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുമെന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കാരണം അയാൾക്ക് വേണ്ടിയാണ് ജെൻസൺ ഈ തർക്കത്തിൽ ഇടപെടുകയും പിന്നീട് ഈ കൊലപാതകത്തിലേക്ക് അടക്കം നീളുകയും ചെയ്തത്. അപ്പോൾ ഇയാളുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നു? ഇയാൾ ഇങ്ങനെ ഇടപെട്ടുകൊണ്ട് കുത്തി ഒരാളെ കൊലപ്പെടുത്താൻ മാത്രമുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നതെല്ലാം തന്നെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യും. നിലവിൽ ആ ജെൻസന്റെ അറസ്റ്റ് മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെടുത്തുകൊണ്ട് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ആ സുഹൃത്തിനെ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ ക്രൈം സീനിൽ വന്നിട്ടുള്ള ഒരാളാണ് ആ ജെൻസന്റെ സുഹൃത്ത്. അതുകൊണ്ട് തന്നെ അയാളെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുമെന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എൽദോ, ഈ ആലുവയിലെ പുളിഞ്ചോട് അവിടെ ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം കൂടി വരുന്നുണ്ടല്ലോ. അത് തിരിച്ചറിയാൻ കഴിഞ്ഞോ? ആരാണ് മരിച്ചത്? എന്താണ് സംഭവിച്ചത്? അതിൽ എന്തെങ്കിലും നിഗൂഢത ഉണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? എൽദോ, ഇതിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ്. പ്രാഥമികമായ ഒരു അനുമാനം എന്ന് പറയുന്നത് ഇതര സംസ്ഥാന ഒരു തൊഴിലാളിയാണ് എന്ന രീതിയിലാണ് പോലീസിന് ഈ മൃതദേഹത്തിന്റെ ഒരു പരിശോധന. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കളടക്കം അവിടെ എത്തിയിരുന്നു. അപ്പോൾ അവർ മനസ്സിലാക്കുന്നതനുസരിച്ചുകൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത് എന്നതാണ് പ്രാഥമികമായിട്ട് ലഭ്യമാവുന്ന വിവരം. അത് ഈ പരിസരത്ത് കൂടുതൽ തന്നെയും ഈ പുളിഞ്ചോട് ഭാഗത്തെല്ലാം തന്നെയും ഈ പാളം കുറുകെ കടന്നു പോകുന്ന രീതികളുണ്ട്. കാരണം അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഈ കോളനികളും ഒരു ഭാഗത്തുണ്ട്. മെയിൻ റോഡിലേക്ക് മുഖ്യ പാതയിലേക്കെല്ലാം തന്നെ വരാൻ സാധാരണഗതിയിൽ അവിടെ നിന്ന് പാളങ്ങൾ ക്രോസ് ചെയ്ത് വരികയാണ് പതിവായിട്ട് പലരും തന്നെ ചെയ്യുന്നത്. ആ രീതിയിൽ അശ്രദ്ധമായി സംഭവിച്ചതാണോ അതോ ഈ ആത്മഹത്യയാണോ? അത് മറ്റു പല കാരണങ്ങളും വേറെ ഏതെങ്കിലും കാരണങ്ങൾ ഇതിലുണ്ടോ എന്നതടക്കം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ മേഖല പൊതുവെയും തന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടേതായ ഒരു ഇടമാണ്. കുറ്റകൃത്യങ്ങളടക്കം ഇവിടെ സാധാരണഗതിയിൽ നടക്കുന്നു. ഈ ലഹരി കച്ചവടങ്ങളടക്കം അതിൽ പിടിക്കപ്പെടുന്നതും എല്ലാം തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അപായപ്പെടുത്തലോ അതിനുള്ളൊരു സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. സമീപത്തെ ഏതെങ്കിലും CCTVകൾ ലഭ്യമാണോ എന്നതുകൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. എൽദോ, ശരി. ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.